ചാന്നാനിക്കാട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് മുന്നോടിയായുള്ള ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കും. ചടങ്ങിൻ്റെ ഭാഗമായി യജ്ഞപൗരാണികരെ കണിയാമ്പല കാണിക്ക മണ്ഡപത്തിൽ നിന്നും ക്ഷേത്രാങ്കണത്തിലേക്ക് സ്വീകരിച്ചാനയിച്ചു. താലപ്പൊലിയോടും നാരായണ മന്ത്രങ്ങൾ ജപിച്ചുമാണ് ഭക്തജനങ്ങൾ പൗരാണികരെയുമായി ക്ഷേത്രസന്നിധിയിൽ എത്തിയത്. യജ്ഞാചാര്യൻ പുലിമുഖം ജഗന്നാഥ ശർമ്മയെ വൈസ് ചെയർമാൻ MC ഹരിലാലും യജ്ഞഹോതാവ് നന്ദകുമാർ ശർമ്മയെ ട്രഷറർ അജിത് കുമാറും ചേർന്ന് മാലയിട്ട് സ്വീകരിച്ചു. ക്ഷേത്ര കവാടത്തിൽ ചെയർമാൻ KC സന്തോഷ് കുമാർ യജ്ഞാചാര്യനെ പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു. ഇരിപ്പപ്പുഴക്കരോട്ട് ശിവശങ്കര പണിക്കരും ഓമനയും ചേർന്ന് നിർമ്മിച്ച അലങ്കാര ഗോപുരത്തിൻ്റെ സമർപ്പണവും യജ്ഞാചാര്യൻ നിർവഹിച്ചു. ദീപാരാധനയ്ക്ക് ശേഷം യജ്ഞമണ്ഡപത്തിലെത്തിയ യജ്ഞപൗരാണികരെ അഖില കേരള പൗർണമി സംഘം പ്രസിഡന്റ് ഗൗരിക്കുട്ടിയമ്മ, ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് സുദർശനകുമാർ എന്നിവർ ചേർന്ന് പൊന്നാട അണിയിച്ച് സ്വീകരിച്ചു. തുടർന്ന് യജ്ഞാചാര്യൻ്റെ ആധ്യാത്മിക പ്രഭാഷണവും നടന്നു. ഞാനിവിടെ വരുന്നത് 2017 സപ്താഹ യജ്ഞം, 17 സപ്താഹത്തിൽ വരുമ്പോൾ നമ്മൾ ക്ഷേത്രത്തിനകത്ത് ചെറിയൊരു സംവിധാനത്തിൽ ആയിരുന്നു യജ്ഞം ആരംഭിച്ചത്. അന്ന് ഗർഭിണീശ്വര സമയത്ത് വന്ന സജ്ജനങ്ങൾക്ക് ഇരിക്കാൻ ഒട്ടുമേ സ്ഥലമില്ലായിരുന്നു. മുമ്പേ വന്ന യജ്ഞാചാര്യന്മാരുടെ പ്രാർത്ഥനയും മുമ്പേയുള്ള കമ്മിറ്റിയുടെയൊക്കെ പ്രാർത്ഥനയും ആഗ്രഹമൊക്കെ ആയിരുന്നു ഒരു സംവിധാനം ഉണ്ടാകണമെന്നുള്ളത്. മുമ്പേ വന്നിട്ടുള്ള എല്ലാ യജ്ഞാചാര്യന്മാരും അതിന് സജ്ജനങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. അതിൻ്റെ തുടർച്ചയെന്ന രീതിയിൽ ഞാനും അതിൽ പങ്കുകൊണ്ടു.